പിറന്നാളിന്റെ അന്ന് ഇവിടെ നടന്ന സംഭവങ്ങൾ പോലീസിനെ അറിയിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതിലുള്ള ദേഷ്യമാണോ? അഭിമന്യുവിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തായിട്ട് ഞാൻ കരുതുന്നില്ല. ഞാൻ എന്ത് കാര്യത്തിലും തീരുമാനം എടുക്കുമ്പോ എന്റെ അനിയത്തിമാരുടെ ഭാവി മാത്രമേ നോക്കാറുള്ളൂ. പോലീസിൽ പരാതി കൊടുക്കണ്ടെന്ന് പറഞ്ഞതുപോലും ആ ഒരു ഉദ്ദേശത്തോടെയാ. അഭിമന്യുവിനെ എന്നെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ തിരിച്ചു വിളിക്കണം. അഭിമന്യുവിനെ വിളിക്കാതെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യില്ല. എന്താ ഏട്ടാ ഇത്? ഏട്ടൻ ഇപ്പൊ തന്നെ അമൃതേച്ചി തിരിച്ചു വിളിക്ക്. വേണ്ട മോളെ, അതിന്റെ ആവശ്യമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏട്ടാ. ഇത്ര സീരിയസ് ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ വരാൻ എന്താ കാരണം? ഒന്ന് പറയേട്ടാ, എന്താ സംഭവിച്ചേ? മോളെ, ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഓരോ പ്രയോറിറ്റീസ് ഉണ്ടാവും. ചിലരെ നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ ആളായി പ്രതിഷ്ഠിക്കും. അത് നമ്മളാണ് അവരുടെ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി എന്ന് നമ്മളങ്ങ് ധരിച്ചു പോകും. പക്ഷെ നമ്മൾ അവർക്ക് ആരുമല്ലെന്നോ വെറുമൊരു സാധാരണ സൗഹൃദം മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ അവരുടെ വഴിക്ക് വിടുന്നതല്ലേ നല്ലത്. എന്റെ മോനെ, നീ ഇതെന്ത് കണ്ടിട്ടാ ഇങ്ങനെയൊക്കെ ഓരോ തീരുമാനങ്ങളിലെത്തുന്നത്? എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ടമ്മേ. അതെന്ത് കാരണമാണെന്ന് എനിക്കറിയണം. ഏട്ടൻ പറഞ്ഞേ പറ്റൂ. അമൃത 2 ദിവസം ഹോസ്പിറ്റലിൽ പോയി മഹേന്ദ്രന് കൂട്ടിരുന്നു. അത് മാത്രമല്ല, അവര് വല്ലാതെ അടുത്തിടപഴകുന്നത് ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ടു. എന്താ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത്? അമൃതേച്ചിയുടെ അഭിയേട്ടനെയും കാര്യം പറയാൻ തന്നെയാ. ആ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അനക്ക? പറ്റും. വിവേക് അഭിയേട്ടനോട് സംസാരിക്കണം. അത് സംസാരിച്ചാൽ ശരിയാവോ? ശരിയാവും. ആരാടാ? അമൃതമോളാണോ? സ്പീക്കറിലിട്. ഹലോ അനക. ആ, അഭിയേട്ടൻ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എന്താ? അത് അത്യാവശ്യമായിട്ട് അഭിയേട്ടനെ ഒന്ന് കാണണമായിരുന്നു. എന്താ കാര്യമെന്ന് ചോദിക്കുക. ഞാൻ കുറച്ച് തിരക്കില്ല. എന്താ കാര്യം? അഭിയേട്ടാ, ഞാനും കൂടെ പറഞ്ഞിട്ട് അനക്ക വിളിച്ചത്. എത്ര തിരക്കായാലും വേണ്ടില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് നേരി കാണണം. അല്ല, ഞങ്ങൾ വീട്ടിലേക്ക് വരണോ? ഏയ്, അതൊന്നും വേണ്ട. അഭിയേട്ടൻ പറഞ്ഞോളൂ, എവിടെ വേണമെങ്കിലും വരാൻ ഞങ്ങൾ റെഡിയാ. ഞാൻ അങ്ങോട്ട് വന്നോളാം. നിങ്ങൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളിവിടെ വെള്ളായണി പാലത്തിനടുത്തുണ്ട്. ലൊക്കേഷൻ ഇപ്പൊ തന്നെ അയക്കാം. ആ, ശരി. റെഡിയാവുന്നില്ലേ? പോകണ്ടേ? ഞാൻ എവിടേക്കും പോകുന്നില്ല. എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലോ മോനെ? മുൻപ് ഇതുപോലെ അഖിലേച്ചിക്കും അനിയത്തിമാർക്കും പൊന്മുടിയിൽ വെച്ചൊരു പ്രശ്നം വന്നപ്പോ ആകാശേട്ടൻ വിളിച്ചതല്ലേ? അതുപോലെ എന്തെങ്കിലും പ്രശ്നത്തിലാണ് അവരെങ്കിലോ?
എത്രയാ? 400. ദാ. ദാ. എന്റെ ദൈവമേ, ഇതും അണിഞ്ഞോണ്ടാണോ നീ അവിടെ നിന്ന് ഇറങ്ങിയത്? ഏയ്, അങ്ങനെ ഒരു ആന മണ്ടത്തരം സിസിലി കാണിക്കുന്നു മാഡത്തിന് തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ വീട്ടിൽ പോയി അണിഞ്ഞതാ. അല്ല, എങ്ങനെയുണ്ട്? ശരി ശരി, സംഭവം ഇവിടെ എടുക്ക്. ദാ, ഇപ്പൊ എടുക്കാം. ആ ആ, ദാ. ഈ സിസിലി ഒരു കാര്യം ഏറ്റതാ. അവിടെ ആർക്കും ഒരു സംശയം തോന്നിയിട്ടില്ലല്ലോ? പഞ്ചരത്നത്തിലെ ഒരു ഈച്ച പോലും അറിയാതെയാ ഞാൻ ഈ ഓപ്പറേഷൻ നടത്തിയത്. ആ, എന്നാ ഇനി നേരം കളയണ്ട. ഇട്ട് കൊതി തീർന്ന സ്ഥിതിക്ക് അതുകൂടി വേഗം ഉരിയെടുക്ക്. എന്റെ പണിക്കൂലിയായി ഞാനെടുത്ത സാധനങ്ങളാ ഇതൊക്കെ. മാഡത്തിനുള്ളത് അതിൽ തന്നെ ഉണ്ടല്ലോ. സിസിലി തമാശ പറയുവാണോ? അയ്യോ, മാഡത്തിന് അങ്ങനെ തോന്നിയോ? മാഡം, ഈ ഒരു നെക്ലേസും മാലയെ ഞാൻ എടുത്തുള്ളൂ. ആരോട് ചോദിച്ചിട്ട്? അതൊന്നും പറ്റില്ല. അല്ലേ, ഇത് എവിടുത്തെ ന്യായം? ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഈ പണി ചെയ്തത് പിന്നെ ഓസിലാണോ? ഏത് പണിക്കായാലും കൂലി വാങ്ങുന്നതിനൊരു കണക്കില്ലേ സിസിലി? ന്യായം പോലെ എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. നീ ആദ്യം ആ ഓർണമെന്റ്സ് ഇങ്ങോട്ട് ഉരുത്തന്നേ. അയ്യേ, സിസിലിക്ക് ആകെ 15% പണിക്കൂലി. 60ന്റെ 15% എന്ന് പറയുമ്പോ എത്രയാ? 9 പവൻ വരും. അതെനിക്ക് കിട്ടണം. സത്യം പറഞ്ഞ മാഡത്തിന് അത് ലാഭം തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഒരു സാധാരണ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങാനായിരുന്നെങ്കിൽ പണിക്കൂലിയും കൊടുക്കണം, ടാക്സും കൊടുക്കണം. ഇതിപ്പോ ഞാൻ ടാക്സ് എടുത്തിട്ടില്ല. അതുതന്നെ വലിയ ലാഭമല്ലേ മാഡം? വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവലിയെടുത്ത് തലേ വെക്കണ്ട. നീ ഈ സ്വർണം ഇട്ടുകൊണ്ട് നടന്ന പഞ്ചരത്നത്തിലുള്ളവര് തന്നെ നിന്നെ പിടികൂടും, പോലീസിലും ഏൽപ്പിക്കും. ഞാൻ അത്രയും വലിയ ആന മണ്ടിയല്ലെന്ന് മാഡത്തിനോട് ആദ്യമേ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ തന്നെ ഏതെങ്കിലും ജ്വല്ലറിയിൽ പോയി ഞാനിത് മാറ്റി വാങ്ങും. എന്നിട്ട് അവരുടെ മുന്നിൽ റോൾഡ് ഗോൾഡ് ആണെന്നും പറഞ്ഞ് ഇട്ടോണ്ട് നടക്കും. എങ്ങനെയുണ്ട് സിസിലിയുടെ ഐഡിയ? എന്റെ പൊന്ന് സിസിലി, 9 പവൻ കുറഞ്ഞ എന്റെ ആവശ്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ ഞാൻ എന്തിനാ ഈ റിസ്ക് എടുക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, നീ ഇത് മുഴുവൻ കൊണ്ടുപോയി അങ്ങ് തിരിച്ചു വെച്ചേക്ക്. കർത്താവേ, എല്ലാം കൂടെ തിരിച്ചു വെക്കേണ്ടി വന്നാ കടിച്ചതും പോവും, പിടിച്ചതും പോവും. ആകെ 30 ലക്ഷം രൂപയുള്ളവേ കിട്ടൂ. അതിൽ 25 ലക്ഷവും കേസ് ഒതുക്കി തീർക്കാൻ ചെലവാവും. ബാക്കി പണമേ എന്റെ ആവശ്യങ്ങൾക്കുള്ളൂ. ചെറുതായി ഒന്ന് കോംപ്രമൈസ് ചെയ്യുന്നതാ ബുദ്ധി. സിസിലി, നീ ഇങ്ങനെ അത്യാർത്ഥി കാണിക്കാതെ ഒരു പൊടിക്കൊന്ന് ഒതുങ്ങിയേ പറ്റൂ. ഇല്ലെങ്കിലേ നമുക്ക് 2 പേർക്കും ഗുണമില്ലാതെ പോവും. ശരി മാഡം, മാഡത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം സിസിലി ചെയ്യത്തില്ല. മാഡം, അപ്പോ ആ നെക്ലസോ? എന്തെങ്കിലും ഒരു ഗുണം എനിക്ക് വേണമല്ലോ മാഡം. ഇത് മതി, ഇത് മാത്രം മതി. 3.5 പവൻ മതിക്കുന്ന നെക്ലസ് അത്. ആയിക്കോട്ടെ, കേസ് ഒതുക്കി തീർത്തിട്ട് ബാക്കി വരുന്ന 5 ലക്ഷം ഉണ്ടല്ലോ, എനിക്ക് ഈ നെക്ലേസ് എങ്കിലും കിട്ടണം. ശരി, സമ്മതിച്ചു. പക്ഷെ ഇപ്പോ നീ ആ നെക്ലസ് എനിക്ക് ഊരി തന്നേ പറ്റൂ. അതിനു പകരം 3 പവന്റെ പുതിയ നെക്ലസ് 2 ദിവസത്തിനകം വാങ്ങിത്തരാം. എന്നാ പിന്നെ അതാ നല്ലത്. ഞാൻ കൊണ്ടുപോയി മാറ്റി വാങ്ങി റിസ്ക് എടുക്കാൻ നിൽക്കേണ്ടതില്ലല്ലോ. അതെ, 3 പവൻ തികച്ചും ഉണ്ടാവണം. പിന്നെ എനിക്ക് ഇത്രയും വലിയ ഉപകാരം ചെയ്തു തന്ന സിസിലിയെ ഞാൻ പറ്റിക്കോ? അതില്ല, എനിക്കറിയാം. ശരി സിസിലി, എന്നാ സിസിലി വിട്ടോ. ശരി മാഡം. വാങ്ങുമ്പോ തൂക്കം നോക്കി തന്നെ വാങ്ങണം മാഡം, കേട്ടോ? അതെ, ഏതെങ്കിലും നല്ല ജ്വല്ലറി നോക്കി വാങ്ങണട്ടോ. എല്ലാരും പറ്റിപ്പോയിപ്പോ. ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ? ശരി ശരി. എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാ ഞാൻ അംബികയെ വിളിപ്പിച്ചത്. എന്താ? ഞാൻ പറഞ്ഞില്ലേ ആ സ്വർണത്തിന്റെ കാര്യം. അയ്യോ,
അതിനെന്ത് പറ്റി? വേറെ കച്ചവടമായോ? ആ കച്ചവടം ഞാൻ പറഞ്ഞുറപ്പിച്ചതാണെന്ന് കലാവതിയോട് ഞാൻ പറഞ്ഞല്ലേ? ഏയ്, അങ്ങനെ ഞാൻ ചെയ്യൂ അംബികെ. ഇതൊന്നുമല്ല. 5 പവന്റെ കാശ് കമ്മീഷൻ കിട്ടാനുള്ളത് കൈവിട്ടു പോയെന്നാ ഞാൻ ഓർത്ത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് എത്രയും വേഗം ആ സ്വർണം കൊടുത്ത് പണം വാങ്ങണം, അത്രേ ഉള്ളൂ. അതെന്ത് പറ്റി? അത്രയും വലിയൊരു തുകയ്ക്ക് ഇപ്പൊ എന്താ പെട്ടെന്ന് അത്യാവശ്യം? പണത്തിന് അത്യാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഉടനെ വീട്ടിലൊരു റെയ്ഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഞാനൊരു വഴിക്ക് അറിഞ്ഞു. ആ ഉള്ള മുതലും കൂടെ എൻഫോഴ്സ്മെന്റുകാർ കൊണ്ടുപോയാലോ എന്ന് ഓർത്തു പറഞ്ഞതാ ഞാൻ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്, അതല്ല എന്റെ കൈ കൊണ്ടുവന്ന് താ. ദേ, ഞാൻ ചെവി അറിയാതെ സൂക്ഷിച്ചു വെച്ചോളാം. എത്രയും പെട്ടെന്ന് ഞാൻ അത് വിറ്റിട്ട് പണം തരാം. എന്താ, അതാവുമ്പോ സേഫ് അല്ലേ? ആ വേല നിന്റെ മനസ്സിലിരിക്കട്ടെ അംബികയെ. കലാവതി എന്താ ഒന്നും പറയാത്തെ? അല്ല, ഞാനൊന്ന് ആലോചിക്കുകയായിരുന്നു. വേണ്ട അംബികെ, അത് ശരിയാവില്ല. കാശ് കയ്യിൽ കിട്ടിയിട്ടേ ഞാൻ സ്വർണം കൈമാറുന്നുള്ളൂ. എന്നെന്താ കലാവതിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലേ? വിശ്വാസത്തിന്റെ ഒന്നുമല്ല, ഓരോന്നിനും ഓരോന്നിന്റെ ഒരു രീതിയുണ്ടല്ലോ. പക്ഷെ സ്വർണം കൊടുത്താലല്ലേ പാർട്ടി കാശ് തരൂ. അതെന്ത് വർത്താനോ അംബികെ? ഇത്രയും വില കുറച്ച് സ്വർണം തരുമ്പോ അങ്ങനെ വാശി പിടിക്കാവോ? ആദ്യം പണം, അത് കഴിഞ്ഞ് സ്വർണം. അതാണ് എന്റെ വ്യവസ്ഥ. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വർണം കണ്ട് ബോധ്യപ്പെടാതെ പാർട്ടി കാശ് തരില്ലെന്നേ, അതാ. ഈ പാർട്ടി എന്ന് പറയുന്നത് ദിവ്യപ്രഭയുടെ അമ്മയല്ലേ? നമുക്കറിയാത്ത ആളുകളൊന്നും അല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, സ്വർണവുമായിട്ട് ഞാനും കൂടെ വരാം. എന്താ? ദൈവമേ, സ്വർണം വിൽക്കുന്ന പാർട്ടി ഇവളാണെന്ന് യാമിനി അറിഞ്ഞ എനിക്ക് കിട്ടാനുള്ള 5 പവന്റെ കാശ് ഇല്ലാതാവുമല്ലോ. എന്താ ഒരു വഴി? എന്താ അംബികെ, സ്വർണവുമായിട്ട് ഞാൻ നേരിട്ട് വന്ന കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? അത് പിന്നെ സ്വർണം തരുന്ന പാർട്ടി കലാവതിയാണെന്ന് ഞാൻ അവരെ അറിയിച്ചിട്ടില്ല. അതെന്താ? അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെ ഓർത്ത് തന്നെയാ. ഇങ്ങനെയൊരു ഗതികേടിന്റെ പുറത്ത് സ്വർണം വിൽക്കേണ്ടി വന്നത് കലാവതിക്കാണെന്ന് പറഞ്ഞ് അവരുടെ മുന്നിലെ നാണം കെടുത്തണ്ടല്ലോ എന്ന് കരുതിയ. ആന മെലിഞ്ഞാലും തൊഴുത്തി കെട്ടണ്ടല്ലോ. ഓ, ഒരു കണക്കിന് അത് നന്നായി. മോഷണം മുതൽ കൈമാറിയത് ഞാനാണെന്ന് ആരും അറിയാതിരിക്കുന്നത് തന്നെയാ അല്ലെങ്കിൽ നല്ലത്. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെയല്ലേ? അല്ല, ചെറിയ മാറ്റങ്ങളുണ്ട്. ഞാൻ സ്വർണവുമായിട്ട് വരുന്നു, നമ്മൾ ഒരുമിച്ച് ദിവ്യപ്രഭയുടെ വീട്ടിൽ പോകുന്നു. അത് വേണോ? അംബിക പറഞ്ഞതുപോലെ നാണം കെടാനായിട്ട് ഞാൻ ഇറങ്ങി വരുന്നില്ല. ഞാൻ കാറിലിരുന്നോളാം. കച്ചവടത്തിന്റെ കാര്യം നിങ്ങൾ തമ്മിൽ ഡീൽ ചെയ്താൽ മതി. അതൊക്കെ അല്ലേ? അതൊക്കെയാ. അല്ല, എന്നാ പിന്നെ അങ്ങനെ കാറിൽ ഒളിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് ഡീലിങ്സ് നമുക്ക് എന്റെ വീട്ടിൽ വെച്ചാക്കിയാലോ? അതാവുമ്പോ കലാവതിക്ക് വീട്ടിനകത്ത് സേഫായിട്ട് അവരാരും കാണാതെ മാറിയിരിക്കാലോ. അതായാലും മതി. പക്ഷേ വൈകാതെ വേണം. ഒട്ടും വൈകില്ല. ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. സഹദേവേട്ടനും ആകാശം വൈകിട്ട് അമ്പലത്തിൽ പോകുന്നു പറഞ്ഞായിരുന്നു. അപ്പൊ ശരി, സമയം പറഞ്ഞാ മതി. ദിവ്യപ്രഭയും യാമിനിയും വരുന്നതിന് മുമ്പ് തന്നെ സ്വർണമായിട്ട് ഞാൻ എത്തിക്കൊള്ളാം. സ്വർണം വാങ്ങുന്നവരെ എന്നെയും തമ്മിൽ കൂട്ടിമുട്ടിക്കരുതെന്ന് അംബികയ്ക്ക് എന്താ ഇത്ര നിർബന്ധം? ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. വരട്ടെ, അത് ഈ കലാവതി കണ്ടുപിടിച്ചിരിക്കും. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല അംബികെ. ശരി എന്നാ. എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? അത് ചെറിയൊരു കൺഫ്യൂഷൻ. അതൊന്ന് നേരിട്ട് കണ്ട് ക്ലിയർ ചെയ്യാന്ന് തോന്നി. അഭിയേട്ടന് ബുദ്ധിമുട്ടായോ? കാര്യം പറ. അന്ന് അഭിയേട്ടൻ അനക്കയുടെ ഹോസ്പിറ്റലിൽ വന്നത് ആരെ കാണാനായിരുന്നു? അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് ആക്സിഡന്റ് ആയിട്ട്.
അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ വന്നാ. ആ കഥ ഞങ്ങൾക്കറിയാം. പക്ഷെ സത്യത്തിൽ അഭിയേട്ടൻ അന്നവിടെ വന്നത് എന്തിനായിരുന്നു എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. എന്തിനാ അഭിയേട്ടൻ ഞങ്ങളോട് ഇങ്ങനെ നുണ പറയുന്നത്? അത് നുണയാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആ ഫ്രണ്ടിന്റെ പേര് അമൃത എന്നാണോ? അമൃതയെ കാണാൻ ഞാൻ എന്തിനാ ഹോസ്പിറ്റലിൽ വരുന്നത്? ഈ അഭിനയം ഒന്ന് നിർത്ത അഭിയേട്ട. അഭിയേട്ടൻ പറഞ്ഞതുപോലെ ആക്സിഡന്റ് ആയ ഒരു പേഷ്യന്റിനെയും അന്നത്തെ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. നടന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. അഭിയേട്ടനെ അന്ന് അവിടെ കൊണ്ടെത്തിച്ചത് അമൃതേച്ചിയോടുള്ള സ്നേഹവും പൊസസീവ്നെസ്സും ആണ്. എന്റെ മുഖത്ത് നോക്കി അതല്ലാന്ന് പറയാൻ അഭിയേട്ടന് പറ്റുമോ? അമൃതേശി മഹേന്ദ്രനെ ശുശ്രൂഷിക്കുന്നതാണോ അഭിയേട്ടന്റെ പ്രശ്നം? എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടി സ്വയം വിഷമിക്കുകയും മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നത്? പിന്നെന്തിനാ ചേച്ചിയോട് ചേട്ടനെ അകൽച്ച കാണിക്കുന്നത്? അഭിയേട്ടൻ ഫോൺ എടുക്കുന്നില്ല എന്നും പറഞ്ഞ് ചേച്ചി എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് അഭിയേട്ടൻ അറിയോ? ചേച്ചിയുടെ സങ്കടം മുഴുവൻ കാണുന്നത് ഞങ്ങളാണ്. പ്രണയത്തിൽ പൊസസീവ്നെസ് ആവാം, പക്ഷേ അത് തെറ്റിദ്ധരിച്ചിട്ടാവരുത്. എന്താണ് നടന്നതെന്ന് അഭിയേട്ടൻ അറിയണം. ഇനി എന്തറിയാൻ? അമൃത ആ മഹേന്ദ്രനെ കെയർ ചെയ്യാൻ വേണ്ടി 2 ദിവസം ഹോസ്പിറ്റലിൽ ചെന്ന് നിന്നില്ലേ? അയ്യോ, അതൊന്നും ഇഷ്ടത്തോടെയും താല്പര്യത്തോടെയും പോയതല്ല. കലയമ്മ നിർബന്ധിച്ചിട്ട് പോയതാ. പിന്നെ ആ മഹേന്ദ്രന്റെ അപ്രോച്ച് ശരിയല്ലെന്ന് തോന്നിയതോടെ ചേച്ചി തന്നെ ആ പരിപാടി നിർത്തി തിരിച്ചു വന്നു. അമൃതയോട് അവൻ മോശമായിട്ട് പെരുമാറിയോ? ഹേയ്, അത്രയ്ക്കൊന്നുമില്ല. അതുമല്ല, അതൊക്കെ സ്വയം നേരിടാൻ പ്രാപ്തിയുള്ള ഒരാളാണല്ലോ അമൃതേച്ചി. പോട്ടെ അഭിയേട്ട, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇനി അതിന്റെ പേരും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇങ്ങനൊരു തെറ്റിദ്ധാരണകളുടെ പേരിൽ അകന്നിരിക്കേണ്ടവരല്ല അഭിയേട്ടൻ ചേച്ചി. നിങ്ങൾക്കിടയിലെ ഈ അകലം നിങ്ങളെ രണ്ടുപേരെയും വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാ സത്യം. ഏട്ടനൊന്ന് അമൃതേച്ചി നേരിൽ കാണണം, സംസാരിക്കണം. രണ്ടുപേരുടെ മനസ്സിൽ എന്തെങ്കിലും കരടുകൾ വീണു പോയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു തീർക്കണം. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം. നാളെ ഞാൻ പഞ്ചരത്നത്തിലേക്ക് വരാം. കിടന്നില്ലേ രണ്ടുപേരും? ഇനി നിങ്ങൾ രണ്ടുപേരും കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയേ പറ്റൂ. വൈകിയുള്ള ഉറക്കവും വൈകിയുള്ള എഴുന്നേക്കലും തോന്നിയ നേരത്തുള്ള ഭക്ഷണം കഴിക്കലും ഒന്നും പറ്റില്ല. എല്ലാത്തിനും ഒരു അച്ചടക്കം വേണം. എന്നാലേ ട്രെയിനിങ് ഒക്കെ കഴിയുമ്പോൾ മിടുക്കികളായിട്ട് ജോലിക്ക് കയറാൻ പറ്റും. പക്ഷെ ഞങ്ങളുടെ ഉറക്കം കളയുന്ന കാര്യവും അത് തന്നെയാ ചേച്ചി. എന്ത്? PSC ഓഫീസിലേക്ക് ഞങ്ങളൊരു 100 തവണയെങ്കിലും വിളിച്ചു കാണും. കൃത്യമായിട്ട് ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല. എന്താ അവര് പറയുന്നേ? വിളിച്ചാ ലൈൻ ഒന്ന് കണക്ട് ചെയ്ത് കിട്ടാൻ തന്നെ എടുക്കും കുറേ നേരം. കിട്ടിയാ ഒന്നെങ്കിൽ ആരെങ്കിലും എടുത്തിട്ട് ആള് സീറ്റിലില്ലാന്ന് പറയും. ഇനി ഉത്തരവാദിത്തപ്പെട്ടവരെ ലൈനിൽ കിട്ടിയാൽ തന്നെ അഡ്രസ്സും പേരും നാളും വരെ ചോദിച്ചതിന് ശേഷം വിളിച്ചറിയിക്കാന്ന് പറഞ്ഞങ്ങ് കട്ട് ചെയ്യും. അവരാരും കൃത്യമായിട്ട് ഒന്നും പറയുന്നില്ല അമൃതേച്ചി. ട്രെയിനിങ് മെമ്മോ വരേണ്ട സമയം കഴിഞ്ഞു കാണില്ലേ? ഇങ്ങനെ ഫോണിൽ വിളിച്ച് അന്വേഷിക്കുന്നതിന് പകരം നമുക്ക് ഒന്ന് നേരിട്ട് പോയി അന്വേഷിക്കാം, അല്ലേ അമൃതേച്ചി? ശരിയാ, എനിക്കും അങ്ങനെയാ തോന്നേ. ആ, ഒരു കാര്യം ചെയ്, നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് താ. ഞാൻ നാളെ രാവിലെ ആവുമ്പോ തന്നെ ഇവിടുത്തെ PSC ഓഫീസിൽ പോയി അന്വേഷിക്കാം. എന്താ? ഏട്ടനൊന്ന് അമൃതേച്ചി നേരിൽ കാണണം, സംസാരിക്കണം. രണ്ടുപേരുടെ മനസ്സിൽ എന്തെങ്കിലും കരടുകൾ വീണു പോയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു തീർക്കണം. നാളെ ഞാൻ പഞ്ചരത്നത്തിലേക്ക് വരാം. അയ്യോ, നാളെ അഭേട്ടം വരുമ്പോ അമൃതേച്ചി ഇവിടെ ഇല്ലാതിരുന്ന എന്ത് ചെയ്യും? ഏയ്, അത് പറ്റില്ല. നാളെ അമൃതേച്ചി ഒരിടത്തേക്കും പോകണ്ട, അത് ശരിയാവില്ല. ഇവര് 3 പേരും കൂടെ പോയി അന്വേഷിക്കട്ടെ, അത് മതി. എന്താ നീ അങ്ങനെ പറഞ്ഞ? ഞാൻ പോയാ എന്താ കുഴപ്പം?
നാളെ അത് പിന്നെ നാളെ ഒരു കാര്യമുണ്ട്. ചേച്ചി ഇവിടെ ഉണ്ടായേ പറ്റൂ. എന്ത് കാര്യം എന്ന് തെളിച്ചു പറ. ആ, അങ്ങനെ ഞങ്ങൾ അറിയാത്ത എന്ത് സീക്രട്ടാ പറ അനഘേച്ചി. ഓ, ഇവളുമാരുടെ ഒരു കാര്യം. അയ്യോ പിള്ളേരെ, സീക്രട്ട് ഒന്നും അല്ല, ഒരു ചെറിയ സർപ്രൈസാ, അത്രേ ഉള്ളൂ. ദൈവത്തെ ഓർത്ത് എനിക്ക് വേണ്ടി നാളെ അമൃതേച്ചി എവിടെയും പോവരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. അത് എന്തിനാണെന്നോ ഏതിനാണെന്നൊന്നും ഇപ്പൊ ചോദിക്കണ്ട. എത്ര ചോദിച്ചാലും ഞാൻ പറയില്ല, ഒക്കെ സസ്പെൻസാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.